കുറേ നാളെയല്ലേ നമ്മളൊന്ന് സംസാരിച്ചിട്ട്. ഞാൻ എപ്പോഴും കോമഡി വീഡിയോ ഇടും, നിങ്ങൾ കമൻ്റ് ഇടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അമ്മനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അമ്മയുടെ ടോപ്പിക് എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരമ്മ ആയതിന് ശേഷമാണ് സത്യത്തിൽ എനിക്ക് ഒരു ഫീലായത് എൻ്റെ അമ്മ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നമ്മളെ ഓരോ നിമിഷം വളർത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഞാനൊരു അമ്മയായതിനു ശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ ഈ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ഇവരൊക്കെ എത്ര ആൾക്കാരുണ്ടായാലും നമ്മളെ മാത്രം സ്നേഹിക്കുന്നത് നമ്മുടെ അച്ഛനമ്മയും മാത്രമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മളെ ഫ്രണ്ട്സാണ് നമ്മുടെ കൂടെ ഉള്ളത് വെച്ചാൽ ആ ഫ്രണ്ട്സിൻ്റെ ഒരു പീരീഡ്, എല്ലാവരുടെ അല്ല, ചിലപ്പോൾ ഒരു 2-3% നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും കേട്ടോ, ബാക്കി എല്ലാ ആൾക്കാരുടെ പറയുന്നത്. അങ്ങനെയുള്ള ഫ്രണ്ട്സുകൾ നമ്മുടെ കൂടെ എപ്പോഴും കട്ടയ്ക്കുണ്ടാവും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ആദ്യത്തെ 1 വർഷം 2 വർഷം നല്ല ഉണ്ടാവും. പിന്നെ അവർക്ക് നമ്മളെ കൂടെ ഉണ്ടാകുന്നത്, ഞാൻ എല്ലാ ഹസ്ബൻഡിനല്ല കേട്ടോ പറയുന്നത്, ഒരു 95% ഹസ്ബൻഡും അങ്ങനെ ആയിരിക്കും. ഒരു 5% ആൾക്കാരെ ഉണ്ടാവുള്ളൂ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട്. ബാക്കി ആൾക്കാർ അവർ ഭാര്യയായിട്ട് ഉണ്ടാകുമ്പോൾ തന്നെ പുതിയ ഫ്രണ്ട്സിനെ തേടി പോവും, അവരിൽ വിളിക്കുക, അവരെ സംസാരിക്കുക, അവരിൽ സന്തോഷം കണ്ടെത്തുക, ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മക്കൾ അവരുടെ ഒരു പ്രായം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജോലിയായി, അവരുടെ കല്യാണം ചെയ്യണം, അവരുടെ ഫാമിലിയായി, അവർ സെറ്റിലായി. അപ്പോഴും ഈ ഒരു ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെ മാത്രം വിചാരിച്ച് നിൽക്കുന്ന ഈ അമ്മമാരെ എടുത്തു കഴിഞ്ഞാലും 99% അമ്മമാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. 1% ആൾക്കാരുണ്ട് കേട്ടോ സത്യത്തിൽ അമ്മ എന്നുള്ള റോള് യോഗ്യത അല്ലാത്ത, അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓരോ പീരീഡിലും നമ്മുടെ കൂടെ, അതായത് നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഓരോ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ മാത്രം വിളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന നമ്മുടെ അച്ഛനമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി തന്നെ എത്ര ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ അച്ഛനമ്മയും മാത്രമാണ് നമ്മളെ മാത്രം, അതായത് നമുക്ക് പകരം വേറൊരു മക്കളെയോ വേറൊരു മകളെയോ മകനെയോ കാണാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളെ മാത്രം സ്നേഹിച്ചിട്ട് നമ്മളെ മാത്രം വിജയം ആഗ്രഹിച്ചിട്ടും നമ്മുടെ സക്സസ് കാണാൻ ആഗ്രഹിക്കണം ഒറ്റൊരു മനുഷ്യ ജന്മേ ഉണ്ടാവുള്ളൂ, അത് നമ്മുടെ അച്ഛനമ്മയാണ്. അപ്പോൾ ആരെങ്കിലും അച്ഛനമ്മനെ വിളിക്കാതെയോ സംസാരിക്കാതെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വിളിക്കുക, എന്നിട്ട് അവരായിട്ടൊന്ന് സംസാരിക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും ഇപ്പം അച്ഛനമ്മയല്ലേ പിന്നെ സമയം കിട്ടുമ്പോൾ വിളിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അവരുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല, അന്ന് ഞാൻ വിളിക്കാമായിരുന്നു, അവർ ചെയ്തു കൊടുക്കാമായിരുന്നു, അവരാഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമായിരുന്നു, വാങ്ങിക്കൊടുക്കാമായിരുന്നു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ അവസ്ഥയാണ്. ചിലപ്പോൾ അച്ഛനാണോ മക്കളാണോ, അല്ല അച്ഛനമ്മമാരാണോ മക്കളാണോ ആദ്യം പോകണമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഈ പ്രകൃതിയുടെ നിയമപ്രകാരം അങ്ങനെയാണ്, അതായത് അച്ഛനമ്മമാർക്ക് ശേഷമാണ് മക്കളുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മനെയും മാക്സിമം സമയം കണ്ടെത്തി അവരെ വിളിക്കാനും അവർക്ക് നിങ്ങളാൽ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ, അത് പറയണമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.